ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ കുറ്റപത്രം വൈകുന്നത് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയെന്ന് ആക്ഷേപം. 90 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതിലാണ് ആരോപണം. കോടതി വിമർശനമുണ്ടായിട്ടും അന്വേഷണ സംഘം നടപടികൾക്ക് വേഗം കൂട്ടാത്തതും സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. ഉന്നതരിലേക്ക് അന്വേഷണം പോകാത്തതിലും കുറ്റപത്രം വൈകുന്നതിലുമടക്കം കോടതി SITയെ വിമർശിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികൾ ഒന്നൊന്നായി ജാമ്യം തേടി പുറത്തേക്ക് പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതാണ് അന്വേഷണ സംഘത്തിനെതിരായ സംശയങ്ങൾ ശക്തിപ്പെടുത്തുന്നത്. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം വൈകിയാൽ സ്വാഭാവിക ജാമ്യം അനുവദിക്കപ്പെടുമെന്നതാണ് കീഴ്വഴക്കം. എന്നിട്ടും 2 കേസുകളിൽ ഒന്നിൽ പോലും കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ. 90 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചിരുന്നെങ്കിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിച്ചേനെ എന്നും വിമർശനമുണ്ട്. അന്വേഷണത്തിലെ ഇഴഞ്ഞു നീങ്ങലും അസ്വാഭാവികതകളും ചൂണ്ടിക്കാട്ടി കോടതി പലതവണ വിമർശനമുയർത്തിയിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും ജനങ്ങൾക്ക് സംശയമുണ്ടാകുമെന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു. ഇതോടെ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ മനഃപൂർവ്വമാണെന്നും പിന്നിൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ടെന്നുമുള്ള ആരോപണം ശക്തമാവുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ 2 കേസിലും പ്രതിയായ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചു. കട്ടിളപ്പാളി കേസിൽ ഫെബ്രുവരി 2-ന് 90 ദിവസത്തെ കാലാവധി പൂർത്തിയാകുന്നതോടെ ജാമ്യം ലഭിക്കുകയും ചെയ്യും. ജനം, തിരുവനന്തപുരം.